Hi guys, welcome back to my channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫേസ് ക്ലീനിങ്ങിനെ പറ്റിയിട്ടാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ്. അത് എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മുഖം കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് പല വഴികളുണ്ട്. ഒന്ന് വെറുതെ മുഖം വെള്ളമൊഴിച്ച് കഴുകാം, സോപ്പ് ഉപയോഗിച്ച് കഴുകാം, ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകാം, ചെറുപയർ, കടലമാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴുകാം, മൈസെല്ലാർ വാട്ടർ, ആസ്ട്രജൻറ്റ്, ക്ലൻസിങ് മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴുകാം. ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് യൂസ് ചെയ്ത് കഴുകാം. ഡബിൾ ക്ലെൻസിങ് മെത്തേഡിൽ തന്നെ ആദ്യം ഓയിൽ മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ കഴുകാം. ഇല്ലെങ്കിൽ എൻ്റെ മെത്തേഡ് ക്ലെൻസിങ് ബാം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുഖം മസാജ് ചെയ്ത് കഴുകിയ ശേഷം പിന്നെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നതാണ് എൻ്റെ രീതി. എൻ്റെ ഫേവറേറ്റ് രീതി. മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യണമെങ്കിലും ഞാൻ ആ ഒരു രീതിയെ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. മേക്കപ്പ് ഉപയോഗിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ഫ്രഷായിട്ട് തോന്നും നമുക്ക്. പക്ഷേ ഇപ്പോൾ സാധാരണ ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ, പുറത്ത് പോകുന്ന ഒരാളാണ്, രാവിലെ എണീറ്റ് വെറുതെ മുഖം കഴുകി പുറത്ത് പോയി നമ്മൾ വൈകുന്നേരം വരെ ഇരിക്കുകയാണ്. രാവിലെ തൊട്ടിട്ടുള്ള വെയിൽ, പൊല്യൂഷൻ, സൺറൈസ്, വേർപ്പ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് നമ്മുടെ മുഖത്ത് ഉള്ള പോഴ്സ് എല്ലാം അടയും. വെറുതെ വെള്ളം കൊണ്ട് മുഖം കഴുകുകയാണെങ്കിൽ ഈ പോഴ്സിൽ അടഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പോവില്ല. അപ്പം പോഴ്സിൽ അത് അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവും, പിമ്പിൾസ് വരും, ബ്ലാക്ക് ഹെഡ്സ് വരും, വൈറ്റ് ഹെഡ്സ് വരും, അങ്ങനെയുള്ള പല സ്കിൻ ഡിസ്റ്റർബൻസസും നമുക്ക് വരും. ഇനി ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ മുഖം ക്ലീൻ ആകും. പക്ഷെ ഡീപ്പ് ക്ലീൻ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇനി അതേസമയം സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ സോപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയില്ല. നമുക്ക് ഫേസിൽ കുറച്ചുകൂടെ ജെൻറ്റിലായിട്ടുള്ള കാര്യങ്ങളാണ് നല്ലത്. സോപ്പിൽ കുറേ കെമിക്കൽസും ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സോപ്പ് ഉപയോഗിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. സോപ്പ് ഉപയോഗിച്ചാലും ക്ലീൻ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആവില്ല. പിന്നെ മൈസെല്ലാർ വാട്ടർ, ആസ്ട്രജൻറ്റ്, ക്ലെൻസിങ് മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലും മുഖം ക്ലീൻ ആവും. പക്ഷേ അതിലും ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അതൊന്നും നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. സോ അതും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ വെറുതെ മുഖം കഴുകുന്നതും വെറും ഫേസ് വാഷ് ഇട്ട് കഴുകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എഫക്റ്റീവാണ്. കാരണം നമ്മൾ ആദ്യം മൈസെല്ലാർ വാട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച ശേഷം പിന്നീട് വീണ്ടും മുഖം കഴുകുന്നുണ്ട്. അപ്പം കുറച്ചുകൂടി എഫക്റ്റീവാണ് ഒരു 80%. പക്ഷേ മുഖം നല്ല വൃത്തിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് മേക്കപ്പ് ഉപയോഗിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഉള്ള കാര്യമുണ്ട് ഞാൻ പറയുന്നത്. പിന്നെ ഉള്ളത് ചെറുപയർ, കടലമാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴുകാം. അങ്ങനെ കഴുകുകയാണെങ്കിൽ നമ്മൾ രാവിലത്തെ സ്കിന്നാണെങ്കിൽ അങ്ങനെ കഴുകുന്നുണ്ട് പ്രശ്നമില്ല. കാരണം വലിയ പൊല്യൂഷനോ സ്കിൻ വേർപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഇറങ്ങുന്ന ഓയിൽസൊക്കെ പോകാൻ അത് ധാരാളമാണ്. പക്ഷേ രാത്രിക്ക് കഴുകുന്ന സമയത്ത് അത് പോരാ, ചെറുപയറോ കടലമാവോ പോരാ. നമുക്ക് നല്ല ഹെവി ക്ലെൻസിങ് മെത്തേഡ് തന്നെ വേണം. ഇപ്പോൾ അത് വീട്ടമ്മമാരായാലും ശരി, പുറത്ത് പോകുന്നവരായാലും ശരി. ഇനി വീട്ടിലിരിക്കുകയാണല്ലോ, അത് വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ടിട്ട് അടിച്ചു പോരുന്നുണ്ട്, പുറത്ത് അടിച്ചു പോരുന്നുണ്ട്, അപ്പം വെയിൽ കൊള്ളുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വേർപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പുക എല്ലാം നമ്മുടെ മുഖത്ത് തട്ടുകയാണ്. അപ്പം അതെല്ലാം നമ്മുടെ മുഖത്ത്, പോഴ്സിൽ, നമ്മുടെ സ്കിന്നിലൊക്കെ തട്ടുകയാണ്. അപ്പം ഇതെല്ലാം ശരിക്കും മുഖം നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ മുഖത്ത് നല്ല ഡിസ്റ്റർബൻസസ് വരും. അതേപോലെ മുഖക്കുരു വരും. മേക്കപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും മുഖക്കുരു വരാനും, ബ്ലാക്ക് ഹെഡ്സ് വരാനും, വൈറ്റ് ഹെഡ്സ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അല്ലാതെയുള്ള സ്കിൻ ഇറിറ്റേഷൻസ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെയുള്ള വഴി ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ്. വെറും 2 രീതിയിൽ നമുക്ക് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യാം. ഓയിൽ ഉപയോഗിച്ചിട്ട് അതും നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് മുഖത്തേക്ക്. നമ്മുടെ മുഖത്ത് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സ് അടയും. കുറച്ച് ഹെവി ആയിട്ടുള്ള എണ്ണകൾ വേണം നമ്മൾ എപ്പോഴും ഡബിൾ ക്ലെൻസിങ് മെത്തേഡിൽ. ഓയിൽ ബേസ്ഡ് ക്ലെൻസിങ് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള എണ്ണ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒലീവ് ഓയിൽ, പിന്നെന്താ നല്ലെണ്ണ, അങ്ങനെയുള്ള എണ്ണകൾ, കുറച്ച് തിക്കായിട്ടുള്ള എണ്ണകളില്ലേ, അങ്ങനത്തെ എണ്ണ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. സോ എണ്ണ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം പിന്നെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ മുഖം നല്ല ക്ലീൻ ആവും.
പക്ഷേ അപ്പോഴും ഞാൻ ഓയിൽ അത്ര റെക്കമെൻഡ് ചെയ്യില്ല, കാരണം എല്ലാവർക്കും ഓയിൽ ചേരില്ല. ഓയിൽ വെച്ച് മസാജ് ചെയ്തിട്ട് ചിലപ്പോൾ മുഖക്കുരു വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഡ്രൈ സ്കിന്നൊക്കെ ആർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ. ഓയിൽ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരുവൊന്നും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓയിൽ ഉപയോഗിച്ചിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഇല്ലെങ്കിൽ എൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ ഡബിൾ ക്ലെൻസിങ് മെത്തേഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലെൻസിങ് ബാമാണ്. ഇതിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ക്ലെൻസിങ് ബാമാണ് ഞാനിപ്പോൾ 1-2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. എർത്തറിതത്തിൻ്റെ ക്ലെൻസിങ് ബാമാണ്. ഒന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് എർത്തറിതത്തിൻ്റെ ക്ലെൻസിങ് ബാം നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള പ്രോപ്പലീസ് എക്സ്ട്രാക്റ്റ് ഉള്ള ക്ലെൻസിങ് ബാമാണ്. ഇതിപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് ഫിനിഷായി ഡബ്ബ. ഇത് 2ാമത്തെ 3ാമത്തെ ഡബ്ബയാണ്. ഇപ്പം പിന്നെ വേറൊരു ഫ്ലേവർ കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് ഡീടോക്സിഫയർ മച്ച ഗ്രീൻ ടീ ഉള്ള ക്ലെൻസിങ് ബാമാണ്. പുതിയതാണ്, പക്ഷെ നല്ല അടിപൊളി ക്ലെൻസിങ് ബാമാണ്. ഇതിൻ്റെ മാത്രമല്ല ഒരുപാട് ക്ലെൻസിങ് ബാം വരുന്നുണ്ട്. ബോഡി ഷോപ്പിൻ്റെ വരുന്നുണ്ട് ക്ലെൻസിങ് ബാം. അങ്ങനെ നിങ്ങൾക്ക് ഏത് ക്ലെൻസിങ് ബാം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് എർത്തറുത്തം എക്കോ ഫ്രണ്ട്ലി ആണ്, നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡാണ്. സോ അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. സ്പോൺസർഡ് വീഡിയോ അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. ഇനി ക്ലെൻസിങ് ബാം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. ആ ഓയിലിൻ്റെ ദൂഷ്യങ്ങളൊന്നുമില്ല, നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. ഒരുപാട് മിക്സ് ഓഫ് നല്ല നല്ല കാര്യങ്ങളുടെ മിക്സാണ് ഈ ക്ലെൻസിങ് ബാം എന്ന് പറയുന്നത്. നമുക്ക് മുഖം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരും. ഇതാദ്യം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം പറയാം, അതിനുശേഷം തേച്ച് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതിലൊരു ചെറിയൊരു എമൗണ്ട് കോയിൻ സൈസ് എടുക്കും, മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും, നന്നായിട്ട് മസാജ് ചെയ്യും. എന്നിട്ട് ചെറിയ വാം വാട്ടർ കൊണ്ട് മുഖം നന്നായിട്ട് കഴുകും. കഴുകിയ ശേഷം ഇതിൽ തന്നെ ചെറിയൊരു ഫോം വരും. മുഖം നന്നായി കഴുകിയ ശേഷം പിന്നെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായി മുഖം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന് ശേഷം മുഖം പഞ്ഞി വെച്ച് തുടച്ച് കാണിച്ചു തരാം. നല്ല ക്ലീൻ ആയിരിക്കും. ഇത് മേക്കപ്പ് ഞാനിപ്പോൾ എൻ്റെ മുഖം കണ്ടല്ലോ, നല്ല ഫുൾ കംപ്ലീറ്റ് മേക്കപ്പാണ് എൻ്റെ മുഖത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം തുടച്ച് കഴിഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. മേക്കപ്പ് ഉപയോഗിക്കുന്നവരായാലും അല്ലാത്തവരും ഡെയിലി കിടക്കുന്നതിന് മുൻപായിട്ട് ഇതേപോലെ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലായാലും പുറത്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. വേർപ്പ്, പുക, സൺറൈസ്, UV റേസ്, നമ്മളിപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിലും ഡെയിലി രാത്രി കിടക്കുന്ന സമയത്ത് മുഖം ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ഈ ക്ലെൻസിങ് ബാം ഇല്ലെങ്കിൽ വേറെ ക്ലെൻസിങ് ബാം നിങ്ങൾക്ക് വാങ്ങാം. ഇല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഓയിൽ ക്ലെൻസ്, ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് ചെയ്യാം. ഇതിൽ എനിക്ക് 100% ഞാൻ പറയും മുഖം ക്ലീനായി എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ ഈ മുഖം മേക്കപ്പ് അഴിക്കാൻ പോവാണ് കേട്ടോ. മേക്കപ്പ് മാറ്റാൻ പോവാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മച്ച ഗ്രീൻ ടീയുടെ ക്ലെൻസിങ് ബാമാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആദ്യത്തെ പ്രൊപ്പോലീസ് എക്സ്ട്രാക്റ്റ് ഉള്ള ക്ലെൻസിങ് ബാമിൻ്റെ റേറ്റ് 599 റുപ്പീസാണ്. ഇത് മച്ച ഗ്രീൻ ടീയുടെ 750 റുപ്പീസാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്രാവശ്യം മച്ച ഗ്രീൻ ടീ ആണ് എടുക്കുന്നത്. അപ്പം കണ്ടല്ലോ, മുഖത്ത് ഫുൾ മേക്കപ്പാണ്. അപ്പം ഞാൻ എന്താ കുറച്ചെടുത്തൊന്ന് ഡോട്ട് ചെയ്യാണ്. ഇത്രയും വേണ്ട, കുറച്ച് മതി. മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ടും മുഖം ഇത്രയും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എപ്പോഴും കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്കിൻ കെയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഏത് പ്രായക്കാരും ആണെങ്കിലും മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാണ്. കണ്ടോ, മേക്കപ്പ് തന്നെ മെൽട്ടായിട്ട് വരുന്നത്. ഇതൊരു ബാമാണ്, നെയ്യ് മാതിരിയാണ്. നമ്മൾ തേക്കും തോറും ഇത് നന്നായിട്ട് സ്പ്രെഡാവും, മെൽട്ടായിട്ട് വരും നമ്മുടെ കൈയുടെ ചൂട് തട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീപ്പ് പോഴ്സിലുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഇതിലേക്ക് ക്ലീനായിട്ട് വരും. ഇപ്പം ഞാൻ മുഖം ജസ്റ്റ് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു. മുഖത്തെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഞാൻ ഇനി ചെറിയ ചുടുവെള്ളം ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകാൻ പോകണം. ചുടുവെള്ളം തന്നെ വേണമെന്നില്ല, അവരുടെ റെക്കമെൻഡേഷൻ ചെറിയ ചുടുവെള്ളമാണ്. ഇല്ലെങ്കിൽ സാധാരണ വെള്ളം കൊണ്ട് നന്നായിട്ട്
വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിക്കളയുക. അതിനുശേഷം ഞാൻ വീണ്ടും ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിക്കളയും. ഏത് ഫേസ് വാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുഖം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്വേത വിജയ് നായരുടെ വീഡിയോയിൽ കണ്ടതാണ്. ഏത് ഫേസ് വാഷ് ആയാലും ഏത് ബ്രാൻഡായാലും മിനിമം ഒരു 60 സെക്കൻഡ്സ്, മിനിമം ആയാലും മാക്സിമം ആയാലും 60 സെക്കൻഡ്സ് നന്നായിട്ട് മസാജ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഏകദേശം 1 വർഷമായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും നല്ല എഫക്റ്റ് തരുന്നുണ്ട് കേട്ടോ. ഏത് ഫേസ് വാഷ് ആയാലും അത് നമ്മളിങ്ങനെ കയ്യിൽ തേച്ചിട്ട് ഇങ്ങനെ കവിളാക്കി എങ്ങനെ മുഖം കഴുകി കഴിഞ്ഞാൽ ആ ഫേസ് വാഷിന് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് കേടാണ്. 1 മിനിറ്റിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുഖത്തിന് കേടാണ്. സോ ജസ്റ്റ് 60 സെക്കൻഡ്സ് ആ ഫേസ് വാഷിൻ്റെ മാജിക് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 60 സെക്കൻഡ്സ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. എന്നാൽ അതിനുശേഷം ഒന്ന് മുഖം കഴുകി നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകിയ ശേഷം ഞാൻ വരാം. എന്നിട്ട് ഞാനൊന്ന് പഞ്ഞി തൊട്ടിട്ടൊന്ന് തുടച്ച് കാണിച്ചു തരാം. മുഖം നല്ല ക്ലീൻ ആയിട്ട് വരും. ഓക്കെ, സോ ഞാൻ മുഖം നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടാകുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ആദ്യം ക്ലെൻസിങ് ബാം ഉപയോഗിച്ചിട്ട് ഞാൻ തേച്ചു. എന്നിട്ട് നന്നായിട്ട് വെള്ളം കൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകി മുഖം നന്നായിട്ട് കഴുകിയ ശേഷം മസാജ് ചെയ്ത് കഴുകിയ ശേഷം ഞാൻ സാധാരണ പോലെ ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നും തേച്ചിട്ടില്ല. ലിപ് ബാം പോലും ഞാൻ തേച്ചിട്ടില്ല. കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു, മസ്കാര ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കൂ, കണ്ണും മസ്കാരയും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഒരു ക്ലീൻ പഞ്ഞിയാണിത്. ക്ലീൻ പഞ്ഞി വെച്ചിട്ടൊന്ന് തുടച്ച് കാണിച്ചു തരാം. ഇത് നോക്കൂ, ഞാൻ നല്ല ക്ലീൻ പഞ്ഞി വെച്ച് തുടച്ചതാണ്. പഞ്ഞി ഇപ്പോഴും നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ മുഖം ഇത്രയും ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഉപയോഗിച്ച് നല്ല മുഖം ക്ലീൻ ആക്കിയിട്ട് വേണം എപ്പോഴും രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് മുഖം ഡബിൾ ക്ലെൻസൊക്കെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കാര്യം. അതിനാണ് ഞാൻ പറഞ്ഞു തന്നത്. മേക്കപ്പ് ഉണ്ടെങ്കിലും മേക്കപ്പ് ഇല്ലാതിരിക്കുമ്പോഴും മുഖത്തുള്ള വേർപ്പും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്ത് തന്നെയായാലും മേക്കപ്പ് ഇട്ടിട്ട് ഒരിക്കലും കിടന്നുറങ്ങരുത്. രാത്രി മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. പിന്നെ മുഖം കഴുകുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. ഒരുപാട് നേരം വെറുതെ മുഖം കഴുകിക്കൊണ്ടേ ഇരിക്കരുത്. നമ്മുടെ മുഖത്തിലുള്ള നാച്ചുറൽ ഓയിൽസ് എല്ലാം നഷ്ടപ്പെടും. സോ ജസ്റ്റ് ഒന്നല്ലെങ്കിൽ രാവിലെയും രാത്രിയും മാത്രമേ കഴുകാൻ പാടുള്ളൂ. രാവിലെ മുഖത്ത് രാത്രിയുടെ സ്കിൻ കെയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും രാവിലെ എണീറ്റുടനെ മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകാം. ഒന്നല്ലെങ്കിൽ ചെറിയ മൈൽഡ് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ക്ലെൻസർ ഉപയോഗിച്ചിട്ടോ. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയൊരു നാച്ചുറൽ ക്ലെൻസർ ഉണ്ട്. അത് ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, നാച്ചുറൽ പ്രൊഡക്ട്സ് വെച്ചിട്ട്. അത് വെച്ചിട്ടാണ് ഒരു മൈൽഡ് ക്ലെൻസറാണ്, ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും രാവിലെ മുഖം കഴുകുന്നത്. വൈകുന്നേരം നമ്മൾ മേക്കപ്പ് ആയാലും അല്ലാതെ ആയാലും സൺസ്ക്രീനും അല്ലാതെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ മുഖത്ത് വേർപ്പും പൊടിയും UV റേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെടുന്നതാണ്. അപ്പോൾ മുഖം എപ്പോഴും ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മേക്കപ്പ് ഇട്ടാലും മേക്കപ്പ് ഇട്ടില്ലെങ്കിലും, ഞാൻ ഡെയിലി മേക്കപ്പ് ഇടുന്ന ആളല്ല, വീഡിയോന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം മേക്കപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ മുഖം എപ്പോഴും ഡെയിലി ഡബിൾ ക്ലെൻസ് ചെയ്യാറുണ്ട്. ഈ ക്ലെൻസിങ് ബാം പെട്ടെന്ന് തീരൂല കേട്ടോ, കാരണം നമുക്ക് വളരെ കുറച്ച് മതി. നെയ്യ് വെണ്ണ മാതിരിയാണ്, നന്നായിട്ട് മെൽട്ടാവും. സോ ഈ ബ്രാൻഡിൻ്റെ വേണമെന്നില്ല, ഒരുപാട് ബ്രാൻഡ് ഉണ്ട് ക്ലെൻസിങ് ബാമിൽ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മതി. സോ പറ്റുമെങ്കിൽ ഞാൻ കിട്ടിയതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.